ഒരാള് പോകാൻ നിക്കാണ്. അതും ഞാനും എണ്ണയൊക്കെ റെഡി ആയി നിക്കാണ് കുളിച്ചിട്ട്. ഇപ്പച്ചി അതും തിരുപ്പൂർക്ക് ഉമ്മച്ചി അച്ചിമാരോർക്ക് എന്താ പറയാല് വന്നിട്ട് കൊറേ ആയി. പോണെന്ന് പറയല് ഇറങ്ങിട്ട് കൊറേ ആയി. പക്ഷെ ഇന്നാണ് അല്ലേ ഓരോരോ പരിപാടികള്. പോയി വന്നിട്ട് കാണാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകൾ. വന്നപ്പോ കുറച്ച് നിന്നു, ഒരു മാസം നിന്നു. ഇനിയിപ്പോ എന്താ പറയാ, അതിന്റെ ഇടയിൽ കൂടെ കുറെ നല്ല നല്ല സന്ദർഭങ്ങൾ കിട്ടുകയും ചെയ്തു. നാട്ടിൽ നിന്നിട്ടുണ്ടായ മെച്ചപ്പതാ, ഒരുപാട് നല്ല സംഗതികളും ഇപ്പൊ എല്ലാ കാര്യങ്ങളും നടന്നു ഈ വരവിന്. അങ്ങനെ ഇൻഷാ അല്ലാഹ് പോയിട്ട് പോവാനൊന്നും ആയിട്ടില്ല. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാൽ പോവും. കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി പോവും. ആരെ കൊണ്ടാക്കണ ജംഷാദ് വന്നിക്കണോ അറിയില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആക്കി തരാൻ പറയണം. പിന്നെപ്പോ എന്താ, അപ്പൊ അങ്ങനെ എല്ലാരും വീഡിയോ ഒക്കെ കാണണം. ഞാൻ അല്ലെങ്കിലും ഒരു കുറവും വരുത്താതെ ഓലൊക്കെ നോക്കി കൊണ്ടിറക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള്. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പോകും. കുറച്ച് ഓണൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു ചെറുക്കുണ്ട്, ഓണം ആഘോഷിക്കാൻ ചെക്കന്മാർക്ക് പോകണം. അപ്പൊ ഓലൊക്കെ പോയി വന്നിട്ട് ഇൻഷാ അല്ലാഹ് വരണ്ട്. അപ്പൊ അതുവരെ ബായ്. എന്താ പറയാത്ത മൂടില്ലേ ഇന്ന്? നല്ല മൂഡ് ഓഫാട്ടോ. പോകും. എന്നെ കാണാനൊക്കെ മൂഡ് ഓഫ് പോകുന്നുണ്ടോ? അത് ഹലോ ഗേസ് ആണ് പിന്നെ ഇവിടെ വരും, ഫ്രഷ് ആവും, പിന്നെ പോകും. നിസ്സാരം. ഗൾഫിൽ വെച്ചതൊക്കെ ഉണ്ട് അല്ലേ? അത്രേ ഉള്ളു. അപ്പൊ അങ്ങനെ ഞാതൂനൊന്ന് ചോദിക്കണം. ഇനി എന്റെ പാട്ടുകൾ കേൾക്കാനൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ട്. അല്ല ലൈവിലില്ലേ? എന്ത് വേണ്ട? അനക്കതോലോട് എന്താ പറയാല്ലേ? അന്റെ വിമാനൊക്കെ എടുത്തുള്ളിക്ക ചാക്ക് പൊട്ടിച്ചു നോക്ക. കളിക്കോപ്പൊക്കെ എടുത്തുള്ളിക്കക്ക്. എന്നിട്ട് ഇവിടെ എന്തോ പറയാൻ വന്നല്ലോ. അപ്പൊ പാട്ടും കാര്യൊക്കെ മിസ്സാക്കുന്ന. എന്റെ പാട്ട്, എന്റെ പ്രസംഗം, വയല് ഒക്കെ നിങ്ങൾക്ക് മിസ്സാവും അറിയാം. പക്ഷെ എന്താ ചെയ്യാ, പോയേ പറ്റുള്ളൂ. മുതലാളി ഇല്ലെങ്കിൽ കോളങ്ങൾ പിടിച്ച് തോക്കും. പോയേ പറ്റുള്ളൂ. അങ്ങനെ പറയും. അപ്പൊ കഴിഞ്ഞ ഓണൊക്കെ കഴിഞ്ഞിട്ട് ഓണത്തിന് സദ്യ കിട്ടൂല, അതാണ് പ്രശ്നം. അതൊരു വമ്പ സീനാണ്. ഇവിടെ ഞാൻ അല്ലാത്തോണ്ട് ഇച്ചും കിട്ടൂലല്ലോ. അല്ലെങ്കിൽ നല്ല ലാഭീന്. ഇവിടുന്നും കിട്ടും, അപ്പുറത്തുനിന്നും കിട്ടും. അനക്ക് അവിടുന്ന് കിട്ടുമല്ലോ, അവിടെ ഉണ്ടല്ലോ. അവിടുന്ന് കിട്ടും. തമിഴ്നാട്ടില് കിട്ടൂലേ, അവിടെ ഓണമൊന്നുമില്ല. ദീപാവലി അവിടെ ദീപാവലിയാണ്. കുറെ മധുരം കിട്ടും ദീപാവലിക്ക്. അപ്പൊ ഏതായാലും അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇതുവരെ ഞങ്ങളെ കൂടെ നിന്നവർക്കും, ഇപ്പോൾ ഞങ്ങളെ കൂടെ നിന്നുകൊണ്ടിരിക്കുന്നവർക്കും, ഇനി ഞങ്ങളെ കൂടെ നിൽക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. എന്താ പിന്നെ അതൊന്നും മൈൻഡ് ആക്കണ്ട. ഫോണീന്റെ ഒരു അടയാളാണ്. ഫോണിന്റെ ഓരോരോ അടയാളങ്ങളാ. കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. അവിടെ എത്തി കഴിഞ്ഞാൽ ശരിയാവും. തീവണ്ടി അല്ല, ട്രെയിന് കാണുമ്പോഴും എല്ലാം പ്രശ്നമുള്ള. കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. തീവണ്ടി കാണുവാനുള്ള പ്രശ്നമുള്ള. തീവണ്ടി വന്ന തീവണ്ടിയിൽ കയറിയ പിന്നെ പ്രശ്നമില്ല. പിന്നെ കുറച്ച് അണ്ണന്മാരൊക്കെ കണ്ട സെറ്റാ എന്റെ നാട്. അങ്ങോട്ട് തിരക്കുണ്ടാവില്ല. പിന്നെ പിറ്റേന്ന് ആ സാമ്പാർ ദോശയും കിട്ടും. പിന്നെ ഫുള്ള് സെറ്റാ. ഇപ്പൊ അങ്ങോട്ട് തിരക്കുണ്ടാവില്ല. ഇവിടുന്ന് ഷൊർണൂരിന് അങ്ങോട്ടാണ്. ഞാനും അതും പാടെ തിരിഞ്ഞു. ഓളൊരു സർപ്രൈസ് ആയിട്ട് തിരുപ്പൂർക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഒറ്റക്കാണെങ്കിൽ ഇതിന്റെ അടുത്ത് നല്ലോണം കൊടുക്കും പറഞ്ഞിരിക്കണ ഞാൻ. കേറ്റൂലേ എന്നെ ഒറ്റക്ക് വന്നാ എന്റെ സ്വഭാവം മാറുന്നു പറഞ്ഞിരിക്കണ ഞാൻ. എങ്ങനെയൊക്കെ എത്തും ഞാൻ. പാറിയാലെത്തും ഞാൻ. പാറിട്ടോ എഞ്ഞിട്ടോ നിരങ്ങിട്ടോ ഒറ്റക്ക് തരാൻ ഞാൻ പോലെ കേറ്റിയാ മതി. പാട്ടടി കൊടുത്താ ഇപ്പച്ചി പോവാണടാ തിരുപ്പൂർക്ക്. സങ്കടം ഉണ്ടോ ഇപ്പച്ചി പോണീന്?
എവിടെ സങ്കടം എനിക്ക് എവിടെ പള്ളിയിലല്ലേ? വല്ലാത്ത സങ്കടം തന്നെയാണ്. എനിക്ക് മോനിട്ടന്റെ ഇപ്പച്ചി എന്താ തന്നത്? അവിടുത്തെ പെണ്ണിന്റെ ഇപ്പച്ചി എന്താ എനിക്ക് തന്നത്? വന്നപ്പോ ഒരു പെട്ടിയിൽ എന്താ തന്നത്? മോട്ടന്റെ പെണ്ണിന്റെ ഇപ്പച്ചി തന്നില്ലെന്ന ആദൂന് ഗിഫ്റ്റ് പറഞ്ഞിട്ട് എന്തേനിപ്പോ ഇവിടെ പറപ്പിച്ചീനെ? കുന്തം വിമാനം എനിക്ക് തന്നില്ലേ? ആരാ തന്നത്? ആരാ തന്നത് വിമാനം? ഇതന്നെയാണ് എനിക്ക് ആരൊന്നും കൊടുത്തേക്കാത്തത്. ഇപ്പച്ചിന്റെ പെണ്ണാണല്ലോ തന്നെ. ഇപ്പച്ചിന്റെ പെണ്ണാന്ന് യാസർ കേപ്പിന്റെ വിമാനം കല്യാണം. ആരൊക്കെ വിമാനം ചേച്ചിട്ട് കൊടുത്തേക്കുന്നാണ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ചോദിച്ചോക്ക് യാസർ കേപ്പി കാക്കാന്റെ വിമാനം എന്താ വരാത്ത ചോദിച്ചോക്ക്. ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചാണോ ചോദിച്ചു. ഞങ്ങള് കാത്തു നിക്കാൻ തുടങ്ങിയിട്ട് കൊറേ ആയിട്ടാണ്. ഞങ്ങക്ക് വേറെ പുതിയ വിമാനൊക്കെ കിട്ടിയിരിക്കണാണ്. പറക്കണ വിമാനം അല്ലേ? ഞങ്ങൾ ആ വിമാനം കാണിച്ചു തരാം. മോണ്ടന്റെ പെണ്ണിന്റെ ഉപ്പാന്റെ വക ഗിഫ്റ്റ് ആട്ടോ. അത് ഇന്നലത്തെ വീഡിയോയില് ആ പെട്ടിയുള്ളൂ, പക്ഷെ കാട്ടിയത് പറ്റിയില്ല. അതാ താക്കണേ യാ മോനെ, ഇത് സംഭവം സെറ്റാട്ടോ. ഞാനിത് കണ്ടത് തെർമോകോളാണ്, പക്ഷെ സംഭവം എന്താ പറയണെങ്കി ട്രോൺ തന്നെ. ഇത് കനെന്ന് പറയുന്ന സാധനല്ല, ഇത് അസലൊരു എത്ര ഗ്രാം ഉണ്ടാവുള്ളൂ ചെറിയപ്പോ ഉണ്ടാവുന്നല്ലേ? ഫോണിന്റെ അത്രയൊന്നുമില്ല. ഫോൺ അതിലും വെയിറ്റ് ഉണ്ട്. വെയിറ്റേ ഇല്ല സാധനം. ഇതിന് എന്തപ്പോ ഓന്റെ ആണ്, പിന്നെ ആ സാധനം ഇല്ല, അതാണ് പേടി. അത് ഓണാക്കിയപ്പോ ചാർജ് ഒന്നും ഇല്ല. ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞ് കുത്തി വെച്ച് വന്നിക്കാണ്. നിങ്ങൾക്ക് ഇത് കാട്ടി തന്നേ പറ്റുള്ളൂ. ലൈറ്റ് ഓഫ് ആക്കണോ? അങ്ങനെയുണ്ടോ? ഞാൻ ഓണാക്കണേ കണ്ടിട്ടില്ല, പറപ്പിച്ചെന്നല്ലേ ഞാൻ കണ്ടേ. അറിയൊന്നുമില്ല, എന്തേലും കജ്ജറ്റ് തങ്ങിയിട്ടേ പറക്കൂ. പൊന്തി ഇതെന്നെ സാധനം. ആ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് ഇതാണ് സാധനം. സാധനം തെറ്റാ. സംഭവം ഡ്രോൺ തന്നെ അല്ലേ? നമ്മളാളെ വേഗവും കാര്യൊക്കെ റെഡി ആയിക്കണ്. എന്റെ ഒരു സഞ്ചി ഉണ്ട് ബാതോ. അപ്പം ലൈറ്റ് ഓഫ് ആവില്ല. ബാ വേഗം വരും പോര്. ചവിട്ടുള്ള കെട്ടമായി ഏതാ നഞ്ഞു. എന്താണ് ബാ. എന്റെ വണ്ടിയോ? ആ വണ്ടി എടുത്തു. ഞാൻ അവിടെ പോകുമ്പോ തല്ല. അതേതായാലും ഞങ്ങൾ ഇനി വാതില് കൂട്ടട്ടെ. അങ്ങനെ നമ്മളെ വാതിലും കാര്യൊക്കെ കുറ്റിട്ട് നിരാശപ്പാട്ടാണോ? ഞാൻ മുന്നിൽ വരില്ല സ്നേഹം, ഇന്നിലതില്ല സ്വപ്നം, ഞാൻ കാണാറില്ല വിരഹം, പ്രണയമേ നീ എന്നെ കരയിച്ചത് കാണാൻ ആരുമില്ല, വിരലങ്ങ് പോയാലും ഞാൻ അറിയാതെ പോലും കരയില്ല, ആത്മാവിനെ ഗാന്ധതയിൽ വേദനിച്ചൊരു മനസ്സാണ്
അറിയില്ലെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ നമ്മള് പെരി പോവാണ്. അലയാക്ക അവിടെ അലയാക്കെ കൊണ്ടാക്കുന്നെന്ന് പറഞ്ഞു. എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടാവുന്നു, പക്ഷെ എന്താ ചെയ്യാ, പോയാലേ പറ്റുള്ളൂ. അവനെ അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിവിടെ എത്തി. ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ട്. എന്തിനു പണി? മീൻപൊരി അല്ല ഇവിടെ. ഞാൻ ചോറ് ഇപ്പൊ കിട്ടിയ മീന് ചോറിനോ? മോരാളി ഉണ്ട്. അതിനാണ് അത് കൊച്ചുട്ടി ഇട്ട് കൊടുത്തൂടെ? കൊച്ചുട്ടി കിട്ടല്ല. വാ ഇപ്പച്ചി അങ്ങനെ വല്ലതും പറയും. കുറച്ചേരം കണ്ടോട്ടെ. ഇപ്പച്ചി പോകുമ്പോ കുറച്ചേരം കണ്ടോട്ടെ. നിക്കട്ടെ. ആയിക്കോട്ടെ. നിന്നിട്ട് പോയതാ. ഞാൻ പോയിട്ടോ. അതോ പോയിട്ടോ. അടങ്ങിക്കോ. ഉറപ്പാ? നല്ല കുട്ടിയാവുമ്പോ പോയിട്ടോ. പോയിട്ടോ. ഓ ശീലായി കഴിഞ്ഞാൽ അതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ മാപ്പിളാക്ക പോയി. അതെന്തറിയോ, 9:00 ട്രെയിന്. ഒരു 8:45 പോയാൽ 8:50 9 നിക്കൂല. അങ്ങനെയല്ല, നിക്കൂല. ഇവിടെ നിന്നാ മന്ദപ്പാണ്. സമയം 8:30 എവിടെ എത്തണം? സന്തക്കുന്ന് എത്തണ്ടേ? ഇവിടെ നല്ല മീൻ പൊരിയിലാണ്. ഞാൻ ചോറുന്നതേ നഷ്ടായി പോയി. കോയിണ്ട്, മോരറി ഉണ്ട്, കേബേജ് ഉപ്പേരി ഉണ്ട്. ഉണക്കമീനൊന്നല്ല വടച്ചേ തള്ളു മജ്ജല് തള്ളപ്പൊ കുട്ടികളൊക്കെ ഇപ്പൊ പോയില്ലേ? കുട്ടികളൊക്കെ പുൽമാങ്ങ കൊണ്ടാക്കി. ഇനി ചെറിയാപ്പ് വരുമ്പോത്തിന് കുട്ടികളെ, അല്ലെങ്കിൽ രാത്രി ആവുതില്ല വരാന്. ചെറിയാപ്പൂനെ കൊണ്ടാക്കിട്ടില്ല വരണ്ടേ, പിന്നെയും കുട്ടികളെ കൊണ്ടോണ്ടേ. കുട്ടികളെ കൊണ്ടാക്കിട്ട് ചെറിയാപ്പൂനെ അടുത്തായിരുന്നു പോകാറുണ്ട്. എന്തേലും നിനക്ക് പരിപാടി? എനിക്ക് പ്രസവത്തിനുണ്ടായിരുന്നേ. ഉഷാറായി നടന്നു. ഓള് പോയി. മോന്റെ കുട്ടി ഇജോള് എത്ര? 2 മാസത്തിന് അല്ല 1 മാസത്തിന്. ഒന്നര ചോറുന്നിട്ടില്ലെന്ന് ഇല്ലേ? ഓൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തങ്ങാണ്ട് തിന്ന. ഞങ്ങൾ ചോറ് തിന്നട്ടെ. ഇത് തിന്നില്ലേ? എങ്ങനെയുണ്ട് മാളെ ക്ഷീണം? ക്ഷീണം അങ്ങോട്ട് പോയപ്പോ ഛർദിച്ച് കൊയങ്ങി ഇച്ചാണെങ്കിൽ ഇച്ചിന്റെ കാര്യം ആലോചിച്ചിട്ട് സ്ഥിതി ചെയ്തേ. ആ ഗുളി കുടിച്ചിട്ടേ ഒരാലൂ ഇല്ലാതെ ഉറങ്ങടി. ഉറങ്ങ തൊള്ളിയും പൊളിച്ച് കാലക്കായി. ഞാൻ വീഡിയോ എടുക്കട്ടെ വിചാരിച്ചപ്പേ ടർബണ് ഊരിട്ട് എന്താ ടീച്ച ജനൽക്ക് വണ്ടിന്റെ ജനൽക്ക് തല വെച്ചിട്ട് വേനാക്കിട്ട് ഞാൻ ഊരിട്ട് തലക്കണി ആക്കിയതാണ്. അത് അങ്ങനെ നമ്മളെ ഓലെ ചോറുന്നലും കാര്യമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇപ്പൊ 10 മണിയായി. വർത്താനം കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് എഡിറ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടായിന്. മോണ്ടന്റെ എൻഗേജ്മെന്റിന്റെ വീഡിയോ ഉണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിന്. നമ്മളെപ്പശി എവിടെ അന്നെ കൊണ്ടുപോയില്ലേ? ആന്തേ ഇപ്പച്ചി പറഞ്ഞിറങ്ങി ഇരിക്കണെന്ന്. അനക്ക് സങ്കടം ഉണ്ടോ? ഇപ്പച്ചി പോയിട്ട് സങ്കടല്ലേ? ഉമ്മച്ചിക്ക് സങ്കടം ഉണ്ട്. അല്ലാത്തൊരു കൈവായി പോയിട്ടോ. അതെന്താ എനിക്ക് ഇപ്പച്ചിക്ക് ഞാൻ എനിക്ക് മുട്ടായി വാങ്ങി തരിക? ആരാ എന്റെ സ്കൂട്ടിമ കൊണ്ടുപോവുക? ഞാന് മൂത്തി കൊണ്ടുപോവുക?
മൂത്തന്റെ വള്ളിയിലുണ്ട് കുട്ടിയല്ലേ അല്ലേ അതിന് കൊണ്ടുപോവാന് ആരെന്നെ കൊണ്ടുപോവുക അപ്പൊ സൂപ്പർ മാർക്കറ്റിക്കൊക്കെ ആരാ കൊണ്ടുപോവുക ഞാൻ കൊണ്ടുപോവില്ല ഞാൻ തന്നെ നഴ്സറി കൊണ്ടാക്കുക ഇപ്പച്ചില്ലല്ലോ ആരാ ഉണ്ടാക്കുക എന്താ എനിക്ക് സങ്കടല്ലേ ഇപ്പച്ചി പോയിന് അതാ ഇപ്പച്ചി കരിയുണ്ടല്ലേ ജില്ലയുണ്ട് എനിക്ക് ഇഷ്ടല്ലേ അപ്പൊ കണ്ണൊക്കെ ചോദിക്കണം ഇപ്പച്ചിനെ കണ്ണൊക്കെ ചോക്കും എനിക്ക് സങ്കടല്ല നല്ല കുട്ടിയ അപ്പൊ ഇപ്പച്ചിനോട് ഇവിടെയൊക്കെ സങ്കടം ഉണ്ട് പറഞ്ഞ നേരത്തെ അവിടുന്ന് വെറുതെ പറഞ്ഞ അങ്ങനെ ഒരാൾ ഇവിടെ ഉറക്കുന്ന കുത്തിരിക്കുകയാണ് കണ്ണു മാള് ഇന്നലത്തെ ക്ഷീണം ഞങ്ങൾ ഇതുവരെ വിട്ടിട്ടില്ല ഞങ്ങളൊക്കെ ഗൾഫൊക്കെ ചെയ്ത ക്ഷീണം മാറണമെങ്കിൽ 2-3 ദിവസം പക്ഷെ അതിന്റെ ഗുളിക കുറിച്ചിട്ട് അതിന്റെ ക്ഷീണം വിട്ടിട്ടില്ല എന്തേ ഇജ്ജ് പാട്ടടി കൊടുത്ത യൂട്യൂബാർക്ക് നൈസറിയത്തെ പാട്ടാട് അറിയണത് വേഗം പാട് പാടേ എന്നാ പാട് എന്നാ പാട് പാടേ ഒർക്കനെ പാടണം ഒർക്കനെ പാടാതോ പൂച്ചക്കുട്ടി ആയക്കുട്ടി ആട്ടിൻകുട്ടി വേറൊരു പാട്ടുണ്ടല്ലോ പുലിച്ചാടിന്റെ പാട്ടുണ്ടല്ലോ അപ്പൊ എങ്ങനെയാനി നഴ്സറിയില് വേറൊരു പാട്ടുണ്ടായിന് അതേതോ അതോ പുൽച്ചാടി ചാടി നടക്കും ഞങ്ങള് വൈകുന്നേരം കേട്ടോ പാട്ടാടി ഉറങ്ങലുണ്ടാവില്ല അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും ഇനി ഞങ്ങൾ ഉണ്ടാവില്ല വീഡിയോ പ്രതീക്ഷിക്കാം